തൃശൂർ മുരിങ്ങൂരിൽ വൻ ഗതാഗത കുരുക്ക് നമ്മൾ രാവിലെ അടക്കം കണ്ടിട്ടുള്ള വാർത്തയാണ്. വളരെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ്. ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തോളമാണ് ആ ഒരു ഗതാഗത കുരുക്ക് തുടരുന്നത്. അതോടൊപ്പം തന്നെ മണിക്കൂറുകളാണ് ആളുകൾ ഈ ഒരു ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ അതിൽ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മറുപടിയോ പ്രതികരണങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എന്നതാണ്. തീർച്ചയായും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ഭാഗത്തുണ്ടായ ഗതാഗത കുരുക്ക് 4 കിലോമീറ്ററോളം നീണ്ടു. കോടതികളിൽ നിന്നും രൂക്ഷ വിമർശനം ഉണ്ടായിട്ട് പോലും പ്രശ്നപരിഹാരത്തിന് ദേശീയപാത അതോറിറ്റി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിയോഫിനുണ്ട് വിവരങ്ങൾ നൽകാൻ. തിയോഫിൻ, ഈ കോടതികളിൽ നിന്നടക്കം ഈ വിഷയത്തിൽ രൂക്ഷ ഭാഷയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയും ഈ പ്രശ്നപരിഹാരത്തിന് ദേശീയപാത അതോറിറ്റി ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറയുന്നതല്ലേ വളരെ കഷ്ടം. ശ്രീതി വർഷ, തീർച്ചയായും അതായത് കോടതികൾ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടെ വിമർശിച്ചിട്ടും ദേശീയപാത അതോറിറ്റി ഇക്കാര്യത്തിൽ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പലയിടത്തിലും വളരെ വേഗം ഗതാഗതം തിരിച്ചുവിടാനും സുഗമമായ ഗതാഗതം സാധ്യമാക്കാനുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. എന്നാൽ ടോൾ പിരിവിന് അവസാനവുമില്ല. അവസാനം ഏറ്റവും ഒടുവിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം തൽക്കാലത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചു എന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. തന്നെയുമല്ല, മുരിങ്ങൂരിൽ ഉൾപ്പെടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് അടിപ്പാതയുടെ നിർമ്മാണം 3 സ്ഥലങ്ങളിലായി അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. മുരിങ്ങൂരിൽ, ഒപ്പം പേരാമ്പ്ര ഭാഗത്ത്, ചാലക്കുടിക്കടുത്ത് പേരാമ്പ്ര, ആമ്പല്ലൂർ, ഈ 3 ഇടങ്ങളിലാണ് ഇപ്പോൾ അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നത്. കാരണം നേരത്തെ തന്നെ നിർമ്മിച്ച ദേശീയ പാതയാണിത്. പക്ഷേ അവിടെ എല്ലാം സിഗ്നലുകൾ സ്ഥാപിച്ച് പിന്നീട് വലിയ ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്നാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. മാസങ്ങളായി ഈ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ഈ ദേശീയപാതയിൽ തൃശൂർ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗതാഗത കുരുക്കുണ്ടായത് ഇപ്പോൾ ഇന്ന് പുലർച്ചെ മുതലാണ്. 12 മണിക്കൂറോളം ഗതാഗത കുരുക്ക് നീണ്ടു നിന്നു എന്ന് തന്നെ പറയാം. ഇന്നലെ ഇത്രത്തോളം ഗതാഗത കുരുക്കുണ്ടായിട്ടും ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ആളുകൾ വളരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ താൽക്കാലികമായ ടോൾ പിരിവ് നിർത്തിവെച്ചോ? എങ്ങനെയാണ്? നിലവിൽ ഇപ്പോൾ താൽക്കാലികമായി ടോൾ പിരിവില്ല. കാരണം കോടതി നിർദ്ദേശം വന്നതിനെ തുടർന്ന് താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഗതാഗത കുരുക്കുണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ക്രമീകരണം നടത്തി ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഗതാഗത ക്രമീകരണം നടത്താൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഈ ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് പറഞ്ഞത്, പലയിടത്തും ഈ വലിയ കുഴികൾ രൂപപ്പെടുമ്പോൾ ആ കുഴികൾ ടാർ ചെയ്ത് ശരിയാക്കാനുള്ളൊരു നടപടി ഈ ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പലപ്പോഴും ചിലയിടങ്ങളിൽ ക്രമീകരണത്തിന് വേണ്ടി JCB ഉപയോഗിച്ച് റോഡ് പൊളിക്കുകയും റോളർ കൊണ്ട് നിരത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റോഡ് ഏതെങ്കിലും ഒരു ഭാഗത്ത് പൊളിച്ചതിന്റെ ടാർ വേസ്റ്റ് കൊണ്ടുവന്ന് കുഴി മൂടുക, അങ്ങനെ അതിന് മീതെ റോളർ ഉപയോഗിച്ച് നിരത്തിയൊക്കെയുള്ള താൽക്കാലിക ക്രമീകരണങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഒരു കേടുവരാതിരിക്കാൻ കുറച്ചു നാളെങ്കിലും നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നില്ല. പലയിടത്തും സർവീസ് റോഡുകളിൽ ഉൾപ്പെടെ ചിലയിടങ്ങൾ, മോശം അവസ്ഥയാണല്ലേ ശ്രീനിധി, നമുക്ക് ഇതിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. എന്തൊരു കഷ്ടമാണല്ലേ. രാവിലെയൊക്കെ എന്തെല്ലാം ആവശ്യങ്ങളുമായിട്ടാണ് ഓരോ ആളുകളും ഈ വഴി സഞ്ചരിക്കുന്നത്. അതിൽ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അവരുടെ രീതിയിലുള്ള പ്രതിഷേധവും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടുണ്ട് അല്ലേ വർഷ? തീർച്ചയായും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച്